അപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരെന്നുള്ള തള്ളു മാറ്റി വെച്ച് കണ്ട് ശരിക്കും പെർഫോം ചെയ്യാൻ നോക്കി ഈ സീസണിൽ. ഞങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരാരാ? അല്ല നിങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിലവിലെ തള്ളു നിർത്തി വെച്ച് കണ്ട് പെർഫോം ചെയ്യാൻ നോക്കി. പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞങ്ങളെ പ്രിൻസ് ആ കിരീടം അങ്ങോട്ട് ചൂടി കിങ് ആവും. അതോടുകൂടി വെറുതെ ഓരോരുത്തർ ഗോസിപ്പ് എവിടുക്കാ കൊണ്ടുപോകണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. വെറുതെ ഓരോരുത്തർ പറഞ്ഞു വരുത്തണൊക്കെ അതൊന്നും ഇല്ല. എന്നിട്ട് ഫാൻസ് അത് ഏറ്റെടുത്താണ്ട് ഭയങ്കര നിങ്ങളെ കളിയുടെ കാര്യം പറയും. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നേ ഇല്ല. ഫാൻസ് മൊത്തം പിടിച്ച് നടക്കുകയാണ്. അതൊക്കെ ഫാൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ പറയുന്നത് ഞങ്ങൾ ശരിക്കുള്ള ഫാൻസാണ്. വെറുതെ ഓരോന്ന് പറഞ്ഞു നടന്നിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഗോസിപ്പുകളിലൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങളെ പ്രിൻസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്നലത്തെ കളിയൊക്കെ ചെയ്യാൻ പല കളികളിലും അയാൾ മോശം. ചിലപ്പോൾ അടിച്ചും ചിലപ്പോൾ അടിച്ചു പോരാ. അവരുടെ ടോപ്പ് ഓർഡറിൽ എല്ലാവരും കൺസിസ്റ്റന്റ് ആണ്. മൂപ്പരാണ് ശരിക്കും കൺസിസ്റ്റന്റ്. ഇപ്പൊ ആ പരാതി തീർന്നില്ലേ? ഞങ്ങളെ ചെക്കൻ ഇന്നത്തെ കളിയൊക്കെ കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം പറയണ്ട. എന്ത് കളിയാണ്. പിന്നെ ഞങ്ങള് എന്തോ ഒരു കൺസിസ്റ്റൻസിയാണ്. ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും ഒരു ടീം എന്ന നിലയിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. ബൗളർക്ക് വേണ്ട രീതിയിൽ ഫീൽഡേഴ്സ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നാണ് കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത്. അല്ല, ക്യാപ്റ്റൻ അതിൽ ഇടപെടേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ടീം ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. അതാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. നിങ്ങൾ എത്താതെ 7ാം സ്ഥാനത്താണ്. പറഞ്ഞിട്ട് നേരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ബലം. അപ്പൊ കഴിഞ്ഞല്ല ഈ ബലം ഉണ്ടായിരുന്നില്ല. അതൊന്നുമല്ല, ഇപ്രാവശ്യം ബട്ട്ലറൊക്കെ നല്ല ഫോമിലായിട്ടുണ്ട്. ചെറുതായിട്ടൊരു ബലം കഴിഞ്ഞല്ല ഓടി വരാൻ മൂപ്പർക്ക് പറ്റുണ്ടായിരുന്നില്ല. മൂപ്പർക്ക് അതൊരു ഇതായില്ലല്ലോ. അതാണ് ഇപ്രാവശ്യമുള്ള മാറ്റം. എന്താ വെച്ചാല് ആ രാജസ്ഥാൻ റോയൽസിൽ ഉണ്ടായിരുന്ന ബട്ട്ലർ, പ്രസിദ്ധ കൃഷ്ണ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിക്കണേ. അപ്പൊ ഉസാറായി. അത്ര തന്നെ ഞങ്ങൾക്ക് പറ്റിയ എന്താ വെച്ചാല് രാജസ്ഥാൻ റോയൽസ് ബട്ട്ലറും പ്രസിദ്ധ കൃഷ്ണ കഴിഞ്ഞ കൊല്ലം കളിച്ചല്ലേ. അപ്പൊ ഈ ടീമിൽ വന്നപ്പോ എങ്ങനെ ഫോം ആയി എന്നുള്ളതാണ്. അത് നെഹ്റിയും മാനേജ്മെന്റ് ടീമൊക്കെ ഇങ്ങനെ നെഹ്റൊന്നും ഒരു പങ്കുമില്ല. വെറുതെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും. ടീം നന്നായി കളിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇത് നെഹ്റ ഓടിയിട്ടാണ്. ടീം നന്നായിട്ടല്ലേ. ഓറഞ്ച് ക്യാപ്പിൽ ഒന്നാമതാരാ? എന്താ ആരാ? പർപ്പിൾ ക്യാപ്പിൽ ആരും ഒന്നാമതി ഞങ്ങളെ ബൗളർ സ്ട്രൈക്ക് പ്രസിദ്ധ കൃഷ്ണ. അപ്പൊ പിന്നെ എങ്ങനെ അതൊക്കെ നെഹ്റ കൊണ്ടാണ് ഇതൊക്കെ. അല്ല, അത് കറക്റ്റ് നിങ്ങൾ അത് കറക്റ്റ് ഉപയോഗിക്കാൻ അറിയുന്ന മാനേജ്മെന്റും ക്യാപ്റ്റനും വേണം. അല്ലാതെ മറ്റേ ടീമിൽ നിന്ന് ഇങ്ങോട്ട് ഈ കോച്ചും ഈ മാനേജ്മെന്റ് ഒന്നും ഉണ്ടായില്ല. കളിക്കാരും മോശമായപ്പോ ഓരോരുത്തർ കമന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നെഹ്റ ഇല്ലാത്തോണ്ടാണ്. നെഹ്റ എല്ലാ പ്രാവശ്യം അവിടെ ഉണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഓരോരുത്തർ നെഹ്റിനെ എങ്ങനെ പറയുന്നു വേണ്ട. നെഹ്റ എന്ന് പറഞ്ഞാല് ആ സ്പോട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേ. അല്ലാത്ത ബാക്കിയുള്ള കോച്ചുമാരെ വരുന്നില്ല. ആ സ്പോട്ടിൽ വന്ന് കാര്യങ്ങൾ മാത്രമൊന്നുമല്ല. ബ്രാവോനൊക്കെ നിങ്ങൾ കാണില്ലേ? ബ്രാവോ അനുകരണങ്ങൾ മാത്രമാണ്. ബ്രാവോക്ക് നെഹ്റിനെ അനുകരിക്കല്ലോ. ഇങ്ങനെ കാര്യങ്ങൾ വീക്ഷിച്ച് പറഞ്ഞു കൊടുക്കുക. ബേജാറാക്കി എല്ലാവരും കൂടി ബേജാറാക്കും. ഇതുകൊണ്ടൊന്നുമല്ല ടീം ജയിക്കുന്നത്. എന്തോ ഭാഗ്യത്തിൽ എല്ലാവരും നല്ല ഫോമിൽ വെക്കുന്ന ഒരു സമയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വെങ്കടേഷ് അയ്യറിനൊക്കെ ദത്തിനാപത്രം കായ് കൊടുത്ത് നിർത്തിയെന്നാണ് ഞാൻ ആലോചിച്ചത്. നിങ്ങള് കുഴപ്പമില്ലേ? നിങ്ങളെ ടീമിൽ ആകെ കുറച്ച് പൈസക്ക് മേടിച്ചു. നിങ്ങളെ ക്യാപ്റ്റൻ മാത്രം വേറൊരു മനുഷ്യ ഫോമാണ്. അല്ല, അതൊക്കെ ലക്കിന് ആ CSK കിട്ടിയതുകൊണ്ട് എന്തൊക്കെയോ ഒരു ലക്കിന് ജയിച്ചാൽ അതൊന്നുമല്ല. സംഗതി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് ശരിയായിക്കോളും. അതിപ്പോ ചെയ്യാണ്ട് പോയി അപ്പൊ CSK-മാർക്ക് 10ാം സ്ഥാനത്തൊന്നുമല്ലല്ലോ, 7ാമതല്ലേ. 7-ന് 4 പിടിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ആയിക്കോട്ടെ. ഈ 1ാമത് എത്തിയവർക്കല്ല ഈ കപ്പ് കിട്ടാന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലായിക്കോളി. മാനസികമായിട്ടുള്ള കരുത്താണ് ക്വാളിഫിക്കേഷൻ കിട്ടുക. അത്രല്ലേ ഉള്ളൂ. അത് 4ാമതായാലും മതി. അപ്പൊ നിങ്ങൾ ജയിച്ചിക്കണേ, അതിനനുസരിച്ച് നിന്നോളി. വെറുതെ നിങ്ങൾ കപ്പ് കിട്ടിയ പോലെ നടക്കണ്ട.